വലിയ ടി വി ആണോ ശരിയൊന്ന് പരീക്ഷ നടത്തിക്കളയാണ്ട്. ബാറ്ററി എടുത്തിട്ടുണ്ട്. ബാറ്ററി 2 കേട്ടോ. ഓക്കെ. എത്ര 3/4 മണിക്കൂറാവും അല്ലേ? ചിലപ്പോൾ 15 മിനിറ്റിലാവും, ചിലപ്പോൾ 3/4 മണിക്കൂറാവും, പറയാൻ പറ്റില്ല. കാരണം അതിന് നമ്മളെല്ലാം ക്യാമറ എടുക്കുന്നതൊക്കെ AI ആണ്. ഓ AI ആണല്ലേ? AI എടുക്കുമ്പോൾ അത് AI ആക്ടിവേഷൻ ആകണം, അങ്ങനെയാണ് അപ്പോൾ തന്നെ ആവുള്ളൂ. ഓ അങ്ങനെ. അത് ചിലപ്പോൾ ഞാനൊരു ഇടവിടെയൊക്കെ 1.5-2 മണിക്കൂറായിട്ടുണ്ട്, ഒരവിടെയൊക്കെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അത് അവരെടുക്കുന്നതിനനുസരിച്ച് സ്റ്റിപ്പർ മുകളിൽ വെള്ളം തട്ടി ആവുമൊന്നുമില്ലല്ലോ പ്രശ്നം? കേബിൾ അതൊരു കേബിൾ ചെറിയതുണ്ടോ? ഇതിലുള്ളല്ലേ? ഇതിൽ അതെ ഇതല്ലേ? ആ അതാണ്. ഇത് വേണം, ഇത് വേണം. ഇത് ടി വിയിൽ ആൾറെഡി യൂസ് ചെയ്തിരുന്നു. ഇതിനെ അയക്കട്ടത്. അതല്ല വേറൊരു കേബിളുണ്ട്. അതല്ല ഒത്തിരി അയച്ചു. ടോപ്പ് അയച്ചു. ടോപ്പുണ്ട്. മതിയാ അടി കൂടി ആക്കണം. അതിൻ്റെ കൊടുക്കും മറ്റേ വേറെ കട്ടി പച്ച
അവർക്ക് അറിയാനല്ലേ? ഏകദേശം ഒരു 15 മിനിറ്റ് ആയാൽ നമ്മുടെ ആവും, ഇല്ലെങ്കിൽ 1.5 മണിക്കൂർ ആവും അല്ലേ? ചിലപ്പോൾ 1.5 2-3 മണിക്കൂർ നിങ്ങളതൊരു അപ്ലോഡ് ഉണ്ട്. അത് ആകെ ഇത്തിരി സമയം എടുക്കും. പിന്നെ റേഞ്ചിനനുസരിച്ചിട്ടാണ് മാറുക. ആ ഇവിടെ ഫുൾ ടോപ്പ് റേഞ്ചില്ലേ ഇപ്പോൾ? ഇവിടെ ഏകദേശം 80% 40% മോൾ കൊടുക്കുക. അതെ നമ്മുടെ ഈ സുഹൃത്തുക്കളാണ് കേട്ടോ നമുക്ക് ജിയോ ഫൈബർ സെറ്റ് ചെയ്യുന്നത്. കുറച്ച് സമയം എടുത്തു, എടുക്കാനായിട്ട് കുറച്ച് നേരമായിരുന്നു. അവിടെ മുകളിൽ ഇൻസ്റ്റലേഷൻ ചെയ്തു, പിന്നെ ഉള്ളിൽ വന്നു. അപ്പോൾ എത്ര ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ടാവില്ല അല്ലേ? മൊത്തം എല്ലാം കൂടെ 2 മണിക്കൂറായി. 2 മണിക്കൂർ ഏകദേശം. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ TV കാണിച്ചു തരാം. മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ TV സ്മാർട്ട് TV ആയി. അപ്പോൾ അതിനെക്കുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ TV സ്മാർട്ട് TV ആയി. അത് സെറ്റ് ചെയ്യാൻ തന്നെ കുറേ സമയമെടുത്തു. 1.5 മണിക്കൂറോളം മുകളിലും താഴെയായിട്ട് കുറേ നേരം നിന്ന് ഞാൻ ചായയൊക്കെ വെച്ച് കൊടുത്തു. പാവങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പോയി. അതങ്ങനെ സെറ്റപ്പ് ബോക്സ് ഇത് ഓഫ് ചെയ്തിരുന്നാൽ മതി. അതാണ് സെറ്റപ്പ് ബോക്സ്. നെറ്റ് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ മോഡം അതിൻ്റെ ബാക്കിയുള്ളത്. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ചാനലുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് വഴി നമുക്ക് സ്മാർട്ട് TV ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും കൂടി നിങ്ങൾ ഇനി ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ MB4H5 അടിച്ചു കൊടുത്താൽ അതിലേക്ക് വരും. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് എടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ ഇതാ താഴേക്ക് വരിക, യൂട്യൂബ് എടുക്കണേ. യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുകളിലേക്ക് പോണേ. മുകളിലേക്ക് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തിട്ട് അവിടെ സെൻറ്റർ അമർത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഒന്നും കൂടി മുകളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ അമർത്തി കൊടുക്കുക. സെൻറ്റർ അമർത്തിയാൽ നമുക്കത് ക്യാപിറ്റൽ ലെറ്റർ വരും കേട്ടോ. അങ്ങനെ താഴേക്ക് പോവാം. അവിടെ പോയിട്ട് M അടിച്ചു കൊടുക്കുക. കുറച്ചും കൂടി വന്നിട്ട് മുകളിലോട്ട് പോവുക. V അടിച്ചു കൊടുക്കുക. അങ്ങനെ താഴെ അടിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തെ നമ്മളത് ക്യാപിറ്റൽ ലെറ്റർ അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണിക്കുക. MB4H5 സെൻറ്റർ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഓൺ ആവും. ഇവിടെ താഴേക്ക് വരിക. സെൻറ്റർ അമർത്തി കൊടുത്താൽ മതി. MB4H5 നമ്മുടെ ട്രാവൽ ചാനൽ TV കാണാൻ പറ്റും കേട്ടോ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുരളീധരൻ. നമ്മുടെ യൂട്യൂബ് ചാനൽ MB4H5 സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. കാര്യം കുറേ ആയിട്ട് നമുക്ക് നമ്മുടെ ചാനലൊന്നും ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും സാമ്പത്തികപരമായിട്ടും മനസ്സുകൊണ്ടും ഒന്നും ഞാൻ ക്ലിയർ ആയിരുന്നില്ല. അന്ന് ചെയ്യാന്ന് വെച്ചാൽ കുറേ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നിർത്തിയ ശേഷം ഞാൻ എൻ്റെ ചാനൽ അന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി മുതൽ TV നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുള്ള സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിലിരുന്നാലും കാണാം കേട്ടോ. MB4H5. അപ്പോൾ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജിയോയിലെ മാത്രമല്ല എല്ലാ നമുക്ക് ഫൈബർ ചാനലിലും നമ്മുടെ ഈ TV നമ്മുടെ യൂട്യൂബുള്ള TVകളിലൊക്കെ നമുക്ക് നമ്മുടെ ചാനൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ TV അങ്ങനെ സ്മാർട്ട് TV ആയി. അപ്പോൾ എല്ലാവരും ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക മറക്കണ്ട. താങ്ക് യു.